ഹലോ ഗൈസ്, പുതിയവിടേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഗൈസ്, നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ ഒരു ഗ്ലോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. യൂണിവേഴ്സൽ സ്റ്റുഡിയോയിലാണ്. അമേരിക്കയിലുള്ളതല്ല, സിംഗപ്പൂരിലുള്ള യൂണിവേഴ്സൽ സ്റ്റുഡിയോയിലാണ്. സോ ഇനി നമ്മൾ യൂണിവേഴ്സൽ സ്റ്റുഡിയോ കാഴ്ചകൾ കാണിച്ചു തരാൻ പോകണം. ഞാൻ ഓൾറെഡി ഒരു വട്ടം ചെറുപ്പത്തിൽ ഇവിടെ വന്നിട്ടുണ്ട്, പക്ഷേ അജാക്സ് ബ്രോൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. സോ കൂടുതൽ എക്സ്പീരിയൻസ് അജാക്സ് ബ്രോ ഷെയർ ചെയ്യുന്നതായിരിക്കും. സോ ഒരു റൈഡിൽ പോകുമ്പോഴുള്ള എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ. സോ ലെറ്റ്സ് ഗോ. സോ ഗൈസ്, നമ്മളങ്ങനെ യൂണിവേഴ്സൽ സ്റ്റുഡിയോസിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ തിരക്കുണ്ട്. കറക്റ്റ് 10 മണിക്ക് തുറന്നപ്പോൾ തന്നെയാണ് നമ്മൾ കയറിയത്. അത് കാരണം ആ ഒരു റഷ് ഉണ്ടായിരുന്നു. പിന്നെ അതേ സെൻട്രലായിട്ട് നമുക്ക് യൂണിവേഴ്സൽ സ്റ്റുഡിയോസ് എന്ന് ചെയ്തിട്ടുള്ളൊരു ഇതുണ്ട്. പിന്നെ ഇതാണ് നമ്മുടെ മെയിൻ ഐറ്റം, റോളർ. സോ ഗൈസ്, ആദ്യമേ തന്നെ നമുക്ക് സെസമി സ്ട്രീറ്റിൻ്റെ ഒരു റൈഡാണുള്ളത്. സോ കയറി നോക്കാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് റൈഡിൽ പോവുകയാണ്. ഇങ്ങനെയാണുള്ളത്. ഇവിടെ സ്ക്രീനൊക്കെ കാണിച്ചിട്ടുണ്ട്. Preparing for launch. Elmo. എല്ലാവരും ഉണ്ട് ഗൈസ്, എല്ലാവരും സൈഡിൽ നിൽക്കുന്നുണ്ട്. നമ്മുടെ എൽമോൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും. പറക്കാണ് ഗൈസ്, പറക്കാണ് നമ്മൾ. ഇനി സ്പേസിൽ പോവാണ്. സ്പേസ് പൊളി സ്പേസിൻ്റെ ഉള്ളിൽ എത്തി ഗൈസ്. എർത്തിനെ കാണാം, ഏലിയൻസിനെ കാണാം ഗൈസ്. ഫസ്റ്റ് റൈഡ് കഴിഞ്ഞിട്ടുണ്ട്. സിമ്പിൾ ആൻഡ് സ്വീറ്റ് റൈഡ് ആയിരുന്നു. ഇനി നമ്മൾ അടുത്തതിലേക്ക് പോകുന്നതായിരിക്കും. നെക്സ്റ്റ് വൺ ട്രാൻസ്ഫോമേഴ്സ് റൈഡ് ഗൈസ്. ഈ റൈഡിൽ നമുക്ക് 3D ഗ്ലാസ്സൊക്കെ വേണം ഗൈസ്. സോ നമ്മൾ ഗ്ലാസ് എടുത്തിരിക്കുകയാണ്. സോ ഇനി ഗ്ലാസ് വെച്ചിട്ടാണ് നമുക്ക് പരിപാടികൾ. നമ്മൾ 3D ഗ്ലാസ് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ എൻ്റർ ചെയ്യാൻ പോകുന്നതായിരിക്കും. ഇതുപോലുള്ള വണ്ടിയിൽ വീണ്ടും നമ്മളെ കയറ്റുന്നതായിരിക്കും. ട്രാൻസ്ഫോമേഴ്സ് റൈഡ് 3D ആണ് ഗൈസ്. സീൻ കറങ്ങി തിരിഞ്ഞ് റോളർ കോസ്റ്ററിൽ പോകുന്ന പോലെയൊക്കെ കറങ്ങി തിരിഞ്ഞൊക്കെ പോകുന്നുണ്ട് ഗൈസ്. സോ സംഭവം കൊള്ളായിരുന്നു. നമുക്ക് നെക്സ്റ്റിലേക്ക് പോകാം ഗൈസ്. അപ്പോൾ നമ്മൾ റൈഡ് കഴിഞ്ഞ് വന്നപ്പോഴേക്കും എന്തേ ഓക്ടോമസ് പ്രൈം വന്ന് നിൽപ്പുണ്ട് നമ്മുടെ അടുത്ത് സംസാരിക്കാനായിട്ട്. റിവെഞ്ച് ഓഫ് ദി മമ്മി ഗൈസ്. ഇതാണ് ഏറ്റവും സീൻ സാധനം, മമ്മി റൈഡ്. സോ ലെറ്റ്സ് ഗോ. ഈജിപ്ഷ്യൻ ലുക്കുള്ള സാധനങ്ങളൊക്കെയാണ് ഗൈസ്. നമ്മൾ നടന്നു പോണ വഴിയിൽ തന്നെ ഇതൊക്കെ സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫുൾ ആ ഒരു ഈജിപ്ഷ്യൻ വൈബ് കിട്ടണ പോലെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇതുപോലുള്ള ഒരു ഇതിൽ 8 പേരെ കയറ്റിയിട്ടാണ് നമ്മുടെ റൈഡ് പോകുന്നത്. ഇതൊരു മിനി റോളർ കോസ്റ്റർ സംഭവമായിരുന്നു. പക്ഷെ പണ്ട് ഇങ്ങനെയായിരുന്നില്ലായിരുന്നു ഗൈസ്. പണ്ട് സൈഡിൽ തലയില്ലാത്തവരും കൈയില്ലാത്തവരൊക്കെ വന്ന് പേടിപ്പിക്കുന്ന സീനൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം ആ സീനൊന്നും ഇല്ല. പക്ഷെ ഒരു ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഫുള്ള് റോളർ കോസ്റ്റർ പോണ പോലെ തലയും കറങ്ങിയും മറിഞ്ഞൊക്കെ പോയിട്ടുള്ള സീനാണ് ഗൈസ്. ഇങ്ങനെ ഉണ്ടായിരുന്നു. അടിപൊളിയായി. കണ്ണിനൊക്കെ ഇങ്ങനെ വെള്ളം ഒഴിക്കുക ഗൈസ്. സോ ഇനി നെക്സ്റ്റ് സെറ്റപ്പ് നോക്കാം. നെക്സ്റ്റ് നമുക്ക് ജുറാസിക് പാർക്കാണ് ഗൈസ്. ലെറ്റ്സ് ഗോ. ജുറാസിക് പാർക്കിൽ കുറേ ഉണ്ട് ഗൈസ്. റാപ്പിഡ് അഡ്വഞ്ചറാണ് ഇപ്പുറത്ത്. റാപ്പിഡ് അഡ്വഞ്ചർ അതായത് കനോപ്പി ഫ്ലയർ, അതാണ് മുകളിൽ പോണ സാധനം. പിന്നെ ഡൈനോസ്റ്റോർ, റാപ്റ്റർ നെസ്റ്റ്. സോ നമുക്ക് ആദ്യം റാപ്പിഡ് അഡ്വഞ്ചർ. ഇതാണ് ഞാൻ പറഞ്ഞ സാധനം. അതേ ബോട്ടിൽ നിന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. വെയിറ്റിംഗ് ടൈം 10 മിനിറ്റേ ഉള്ളൂ ബാപ്പുവാ. അപ്പോൾ നമ്മൾ കുളിച്ചിറങ്ങിയിട്ടുണ്ട്. ഡൈനോസോർ ബോട്ട് റൈഡ് കഴിഞ്ഞ് ഇറങ്ങിയിരിക്കുകയാണ്. ഭയങ്കരമായിട്ട് കുളിച്ചില്ല, എന്നാലും പാൻറ്റും ഷൂ ഒക്കെ നനഞ്ഞു കഴിച്ച് കണ്ടോ. സോ ചെറുതായിട്ട് കുളിച്ചു. സൈഡിലിരിക്കുന്നവർക്കാണ് കൂടുതൽ കുളി കിട്ടുന്നത്. ഇവൻ നടുവിലായതുകൊണ്ട് അധികം കുളി കിട്ടിയില്ല. സോ ഇനി നമുക്ക് നെക്സ്റ്റ് ഇത് തപ്പി പോവാം. സോ ഗൈസ്, നമ്മൾ ജുറാസിക് അഡ്വഞ്ചർ കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴേക്കും നമുക്കിവിടെ ഒരു ബേബി ഡൈനോസോർ വന്നിട്ടുണ്ട്. മുട്ടയിന്ന് വിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നെക്സ്റ്റ് നമ്മൾ ഫാർ അവേ പോവുകയാണ്. ഒരു വലിയൊരു കാസലൊക്കെ ഉണ്ട് ഉള്ളിൽ ഗൈസ്.
സോ ഡിസ്നി വേൾഡിലേക്ക് കയറുന്ന പോലെയുള്ളൊരു സംഭവമാണ്. ബാക്കി വിശേഷങ്ങൾ നാളത്തെ വ്ളോഗിൽ കാണാം.